കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ഇന്നും ക്രിസ്തീയ ജീവിതത്തിൽ നാം പലപ്പോഴും ക്ഷീണിതരാകുന്നതിൻ്റെ കാരണം ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾക്ക് പകരം മനുഷ്യൻ്റെ വാക്കുകൾക്കാണ് നാം ചെവി കൊടുക്കുന്നത്. ഉദാഹരണത്തിന്, ഏലിയാവ് ഇസബേലിൻ്റെ വാക്കിനെ ഭയപ്പെടുന്നു. എലിയ അഭിഷക്തനായിരുന്നു. അഭിഷക്തരായ നമ്മളും എലിയയെ പോലെ ശത്രുവിൻ്റെ വാക്കുകൾക്ക് ഭയപ്പെടുന്നു. ഗോലിയാത്തിനെ തോൽപ്പിക്കാൻ ഇസ്രായേൽ ജനത ഭയപ്പെട്ടു. ദാവീദ് ഉറച്ചു നിന്നു ജയിച്ചു. മനുഷ്യരുടെ വാക്കുകൾ കേൾക്കുന്നതിന് പകരം ദൈവവചനം കേൾക്കുന്നവർ ജയമെടുക്കും. ഭയന്നുപോയ ഏലിയാവ് യഹോവയുടെ വചനം കേട്ട് യഹോവ അവനെ ദർശനം വെളിപ്പെടുത്തി. എലിയാവിൽ കർത്താവിൻ്റെ ദർശനം നിറവേറിയതുപോലെ ഇന്ന് ഭയപ്പെടുന്ന നമ്മിൽ കർത്താവിൻ്റെ ദർശനം നിറവേറേണ്ടതിന് നമുക്ക് കർത്താവിൻ്റെ വചനത്തിന് ചെവി കൊടുക്കാം. നമ്മിൽ എല്ലാവർക്കും കർത്താവിൻ്റെ ദർശനം ഉണ്ട്. അത് തീർച്ചയായും യാഥാർത്ഥ്യമാകും. നമുക്ക് എഴുന്നേറ്റ് ജയമെടുക്കാം. ദൈവത്തിന്റെ കൃപ നമ്മെല്ലാവരും താങ്ങട്ടെ. ആമേൻ, ആമേൻ.